നമസ്കാരം. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തോട് അവതരിപ്പിക്കണമെന്ന് 100 വട്ടം ഞാൻ ചിന്തിച്ചു. പക്ഷേ ഒരു നാടിനെ കുരുതികളാക്കിയ നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്ത ആളുകൾ തന്നെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചാനലുകൾക്ക് മുമ്പിൽ പോയിട്ട് അവരുടെ നിരപരാധിത്വം ഇങ്ങനെ തെളിയിക്കുമ്പോൾ അതിന് ചിലരൊക്കെ കൂട്ടു നിൽക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ മനസ്സിലാക്കണം, ചൂരൽമല അട്ടമല പ്രദേശത്ത് മുണ്ടക്കൈ പുത്തുമല വെള്ളരിമല മേഖല ചെമ്പ്ര മുതൽ ഒരുപാട് ഉരുൾപൊട്ടലുകളുണ്ടായി. 1961 ചെമ്പ്രമല ഉരുൾപൊട്ടി 2 പാടി നഷ്ടപ്പെട്ടു. അതിൽ നിന്നുള്ള ആളുകൾ എത്ര പേര് മരണപ്പെട്ടു എന്ന് പോലും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. 84 മുണ്ടക്കൈ കരിമുറ്റ എസ്റ്റേറ്റിൽ പൊട്ടി 14 മരണം. പക്ഷേ അതിൽ 14 അല്ല, ഒരു കാലത്ത് വെള്ളരിമലയിലുണ്ടായിരുന്ന പണിയ വിഭാഗത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ അതിൽ പോയിട്ടുണ്ട്. അവരിൽ അവശേഷിച്ചവരാണ് ഇന്ന് ഏറാട്ടക്കുണ്ട് കോളനിയിലുള്ളത്. അതും അവർക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ലാത്തതുകൊണ്ട് പുറത്തു വന്നില്ല. 1984 അതിനുശേഷം 2019 പുത്തുമല, 2020 മുണ്ടക്കൈ, ഇന്ന് പൊട്ടിയ ഈ സമയത്ത് പൊട്ടിയ അതേ സ്ഥലത്ത് പൊട്ടി 20 3 വീട് പോയി. അതിനുശേഷം ഇപ്പോൾ 24 നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ച ആളുകൾ. നമ്മൾ മനസ്സിലാക്കണം, അവിടെ രാഷ്ട്രീയ റിയൽ എസ്റ്റേറ്റ് നമ്മളെ റിസോർട്ട് മാഫിയകൾ, ആ മാഫിയകൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ടീമുണ്ട് ചൂരൽമലയിൽ. വില്ലേജ് ഓഫീസിൽ നിന്നൊരു കടലാസ് കിട്ടണമെങ്കിൽ ഇവരനുവദിക്കണം. വെള്ളരിമല വില്ലേജ് ഓഫീസിൽ സ്ഥിരമായിട്ട് ഒരു വില്ലേജ് ഓഫീസർ പോലും കാലങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. ആര് വന്നാലും ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കണം, ഇല്ലെങ്കിൽ അവർ മാറിപ്പോകും. എങ്ങനെയാണ് അവർ മാറിപ്പോകുന്നതെന്ന് നമുക്കറിയില്ല. സ്ഥിരമായിട്ട് ഒരു വില്ലേജ് ഓഫീസറും അടുത്ത കാലത്തായിട്ട് വെള്ളരിമലയിൽ വാഴില്ല. ഈ ഉരുൾപൊട്ടൽ നടന്ന തലേ ദിവസം അവിടുത്തെ ട്രീവാലി റിസോർട്ട് എന്ന് പറയുന്ന ചാനലുകളിലൊക്കെ വലിയ വാർത്ത വന്നു. ട്രീവാലി റിസോർട്ട് നൂറുകണക്കിന് ആളുകൾക്ക് അഭയം കൊടുത്തു. ഈ നൂറുകണക്കിന് ആളുകൾക്ക് അഭയം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയ കുറച്ച് ചുരുക്കം ചിലരെ ഒഴികെ ഇവർ കൃത്യമായിട്ട് മാറ്റിയത് അവിടുത്തെ കോളനിയിലുള്ള കുറച്ച് ആളുകളെ സ്കൂളിലേക്ക് മാറ്റിയെന്നാണ് ഞങ്ങളോട് പഞ്ചായത്ത് പ്രസിഡന്റ് ചൂരൽമല സ്കൂളിലേക്ക് മാറ്റിയെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ബന്ധത്തിൽപ്പെട്ട ചൂരൽമല സ്കൂൾ റോഡിലുള്ള ഒരാളടക്കം, പേര് ഞാൻ പറയുന്നില്ല, ഇനി ഈ ആളടക്കം, ഞാൻ ആദ്യം അന്വേഷിച്ചത് അയാളുടെ വീട് പോയിരുന്നു എന്നാണ്. ഞാൻ അവിടെ പോയി ഇവരന്വേഷിച്ചു. ഞാൻ കരുതി അയാളും പോയിരുന്നു എന്നാണ്. വളരെ സങ്കടത്തോടെയാണ് പിന്നീടാണ് അവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞത്. കൃത്യമായിട്ട് ഇവരുടെ ടീമിൽപ്പെട്ട ഈ രാഷ്ട്രീയ റിയൽ എസ്റ്റേറ്റ് മാഫിയയിൽപ്പെട്ട ആളുകൾ, ആ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കും ചൂരൽമല പോലെ ചെറിയൊരു പ്രദേശത്ത് എന്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയാന്ന്. മൂന്നാർ പോലെ വളർന്നു വരുന്ന ഒരു പ്രദേശമായിരുന്നു ചൂരൽമല. ടൂറിസം കൊണ്ട് വലിയ രീതിയിൽ ഒരുപാട് സംരംഭകർ ടൂറിസം മേഖലയിൽ വരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഭൂമി പലരും വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെയുള്ള ഇതായിരുന്നു ടൂറിസം റിസോർട്ട് മാഫിയ. ട്രീവാലി റിസോർട്ടിൽ ഞാനിതിന് കമൻ്റായിട്ടൊരു ഫോട്ടോ ഇടുന്നുണ്ട്. കൃത്യമായിട്ട് അവിടുത്തെ ഒരു മെമ്പറിന്റെ, ഇവിടെ വന്ന് ചാനലിൽ വന്ന് കരഞ്ഞു വിളിച്ച മെമ്പറിന്റെ വണ്ടി നിങ്ങൾക്ക് അവിടെ കാണാം. ഇവരൊക്കെ സുരക്ഷിതരായി. ഇവരും ഇവരുടെ ബന്ധുക്കളും ഇവരുടെ വേണ്ടപ്പെട്ടവരും ഇവരുടെ രാഷ്ട്രീയക്കാരും അതിൽപ്പെട്ട പ്രമുഖരെ എല്ലാം കൃത്യമായിട്ട് അവർ സംരക്ഷിച്ചു. പാവപ്പെട്ട ചൂരൽമലയിലെ ആളുകൾ ഇതൊന്നും അറിയാതെ ഉറങ്ങി. ഇവർക്കറിയില്ലായിരുന്നോ വെള്ളരിമലയിൽ ഉരുൾപൊട്ട സാധ്യതകളാണെന്ന്, പലതവണ പൊട്ടിയിട്ടുണ്ടെന്ന്? എന്തുകൊണ്ടാണ് അവിടുത്തെ വിജയനെ പോലുള്ള ആളുകൾ, സന്ദീപിനെ പോലുള്ള ആളുകൾ ഇവരോട് വിളിച്ചു പറഞ്ഞിട്ടും ഇത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടീമിന് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാം, ഞാൻ തെളിവ് സമർപ്പിക്കാൻ തയ്യാറാണ്. ഈ പല ആളുകളോടും സംസാരിക്കുന്ന വോയിസ് റെക്കോർഡുകൾ ഇത് അപകടമല്ലേ, ഒഴിപ്പിക്കണ്ടേ എന്നുള്ള രീതിയിൽ 24 ന്യൂസിൽ തലേ ദിവസം തന്നെ വിജയം കൊടുത്ത വോയിസ്, ഇല്ലെങ്കിൽ ബൈറ്റ്, ഒരു പെൺകുട്ടി, അവിടെയുള്ള ഒരു വ്ളോഗർ, ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അപകടമാണെന്ന് പറഞ്ഞിട്ടും വേണ്ടപ്പെട്ടവരെ മാത്രമാണ് മാറ്റിയത്. ആദിവാസികളെ കൊണ്ടുവന്നിട്ട് സ്കൂളിലാണ് ഇട്ട്, ഇടിഞ്ഞു പൊളിഞ്ഞ സ്കൂളിലാണ് ഇട്ടത്. മനസ്സിലാക്കണം, സ്കൂളിൽ. ഈ ട്രീവാലി റിസോർട്ടിലേക്ക് അതിനുശേഷം ഓടിക്കേറിയ പാവങ്ങളാണ് അവിടെ പോയി 100ഓളം പേരുണ്ടായിരുന്നത്. ഇവരുടെ വേണ്ടപ്പെട്ടവരെ മാത്രം മാറ്റുകയാണ് ഉണ്ടായത്. ഇവർക്ക് വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന പല ആളുകളും ഒന്നും അറിയാതെ, അതുപോലെ ഇവരുടെ കൂടെ തന്നെയുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളും മണ്ണിനടിയിൽ പോയി.
ഇവര് കൃത്യമായിട്ട് ഇവരുടെ കർത്തവ്യം കടമയും മറന്നു ഇവരുടെ സ്വാർത്ഥത. ഈ മുന്നറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ, ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇവരുടെ റിസോർട്ടിൽ ഇവരെടുത്തിരുന്ന ഗസ്റ്റുകൾ ഒഴിവാക്കണമെങ്കിൽ ഇവർക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കുമായിരുന്നു. ഈ സാമ്പത്തിക നഷ്ടം സംഭവിക്കാതിരിക്കാൻ ഒരു നാടിനെ ചുടലക്കളമാക്കുകയാണ് ഇവർ ചെയ്തത്. ഇതിനെതിരെ കൃത്യമായിട്ട് അന്വേഷണം വേണം, ഇവർക്കെതിരെ നടപടിയെടുക്കണം, ജനങ്ങൾ ഇവരെ തിരിച്ചറിയണം. ഇത് മറ്റൊരു കാര്യം കൊണ്ടുമല്ല പറയുന്നത്, ഒരുപാട് പേരുടെ ജീവനോപാധി നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ കണ്ണീരിന് മുമ്പിൽ നിന്നിട്ടാണ് പറയുന്നത്. ചൂരൽമലയിൽ ഇത് പറയാൻ എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് എന്റെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന പല ആളുകളും ഇതെന്നോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. എനിക്ക് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇവരുടെ ഈ സ്വാർത്ഥത, ഇവരുടെ വ്യക്തി സ്വാർത്ഥത, ഇവരുടെ ആർത്തി, അതാണ് ഇത്രയും ജനങ്ങളെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിയത്. ഇവർക്കെതിരെ കൃത്യമായിട്ട് നടപടി വേണം, ഇവരെ കൃത്യമായിട്ട് അതിനുള്ള ശിക്ഷ ഇവർക്ക് നൽകണം. ഈ ജനങ്ങളുടെ മരണത്തിന് ഇവരെ കൊണ്ട് കണക്ക് പറയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.